ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെജൻഡ്യൂൾസ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഗെയിം പ്ലേ വീഡിയോ ഉണ്ടാക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ. നമുക്ക് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്. നമുക്ക് കുറേ ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തരാം കമൻറ്റ് സെക്ഷനിൽ. എനിക്ക് കുറേ സബ്സ്ക്രിപ്ഷൻസ് വേണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ ചാനലിന് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നെങ്കിൽ. നമുക്കിനിയും കുറേ കാണാനുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ. നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇനി കുറേ എപ്പിസോഡുകളുണ്ട്. എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണണം ഗൈസ്, മിസ് ആവാണ്ട് ഫ്രണ്ട്സ്. എന്തായാലും കാണണം. ലെറ്റ്സ് സീ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഗെയിം പ്ലേ തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം എവിടെ ഒരു നല്ല സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഫ്ലാറ്റാണ്, ഫുൾ ഫ്ലാറ്റ്. അപ്പം നമുക്ക് കുറച്ച് ഒരു വില്ലേജ് അടുത്ത് കിട്ടി, അതാണ് നല്ലത് ഫ്രണ്ട്സ്. ബെസ്റ്റ് അതാ. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എന്തായാലും. ഇപ്പം നമുക്ക് കുറച്ച് മുമ്പോട്ട് പോവാം. നമുക്ക് കുറച്ച് വുഡൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു വീട് മുതൽ നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചെറിയൊരു ഹൗസ് ഉണ്ട് ഗൈസ്. ചെറുതല്ല, 3 ഹൗസ് ഉണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഹലോ ഹലോ ഹൗസ്, ഹലോ. ഹൗസിന് തന്നെ വേണ്ട ഫ്രണ്ട്സ്. ലെറ്റ്സ് ഗോ. നമുക്കിനി വുഡൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ വീടുണ്ടാക്കി തുടങ്ങാം ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ വുഡൊക്കെ കട്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഒരു വുഡായി, 2 വുഡ്. മൂന്നാമത്തെ വുഡ് കട്ട് ചെയ്യുവാണ് ഫ്രണ്ട്സ്. നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക ടോർച്ച് എങ്ങനെയാണ് വേറെ കയ്യിൽ പിടിക്കുന്നതെന്ന്. നമുക്ക് മൈൻക്രാഫ്റ്റിൽ 2 കയ്യിലും എന്തായാലും പിടിക്കാമല്ലോ. നിങ്ങൾ എന്തായാലും പറയുക എങ്ങനെയാണ് മറ്റേ കയ്യിൽ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് എന്തായാലും പറയാം ഗൈസ്. എനിക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റുന്നത് ചിലപ്പോൾ ഞാൻ ഗൈസ്, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും വിളിക്കുന്നത്. ആ മിസ്റ്റേക്ക് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വിളിക്കാനാണ് എൻ്റെ പ്ലാൻ. ചില ആൾക്കാർ പറഞ്ഞു ഗൈസിനെ വിളിക്കേണ്ട, ഫ്രണ്ട്സിനെ വിളിച്ചാൽ മതി, അതാണ് നല്ലതെന്ന്. ഞാൻ ഇന്നൊരു ഫ്രണ്ട്സിനെ വിളിക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നല്ല ഓ മൈ ഗോഡ് ഗൈസ്, ഫ്രണ്ട്സ് എനിക്കൊരു വില്ലേജ് കിട്ടി ഫ്രണ്ട്സ്. ഓ മൈ ഗോഡ്, എനിക്ക് ആദ്യമായിട്ടാണ് സർവൈവൽ മോഡിൽ ഒരു വില്ലേജ് കിട്ടുന്നത് ഫ്രണ്ട്സ്. ഓ, നമുക്ക് ഒരു രാത്രി അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോകാം ഫ്രണ്ട്സ്, എന്താണെന്നറിയില്ല ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് ആ വില്ലേജിലോട്ട് പോയി നോക്കാം. ട്രേഡേഴ്സൊക്കെ അവിടെ ഒത്തിരി ഉണ്ടാവും. അവിടെ കുതിരയുണ്ട് ഫ്രണ്ട്സ്, ഒത്തിരി കുതിരകളുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ചില കുതിരകൾ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അവർ. അവിടെ ഇവിടെ വില്ലേജസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ കട്ടുകൊണ്ട് ഓടാം നമുക്ക്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഫ്രണ്ട്സ്. തൊന്നിട്ട് സാധനം. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ എല്ലാം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ചെസ്റ്റ് ഉണ്ട് ഇവിടെ ഫ്രണ്ട്സ്. നമുക്ക് ഈ ചെസ്റ്റിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ് എനിക്ക് ഡയമണ്ട് കിട്ടിയിരിക്കാം ഫ്രണ്ട്സ്. ഓ ഗോൾഡ് ഡയമണ്ട് സ്റ്റാർട്ടിങ് ഓഫ് ദ ഗെയിമേ എനിക്ക്. ഓ മൈ ഗോഡ് ഷിറ്റ്. ആർമർ പ്ലേറ്റ്, ഷൂസ് എല്ലാം ഉണ്ട്. ഡയമണ്ട് 2 എണ്ണം ഫ്രണ്ട്സ്. ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് എനിക്ക് കിട്ടുന്നത് ഡയമണ്ട് സർവൈവൽ മോഡിൽ. അല്ലാത്ത മോഡിലൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഓ ജമ്പ്. ഇവിടെ ഒരു ട്രേഡർ ഇപ്പുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ. അയ്യോ, ഇവിടെ വെക്കണ്ട ഫ്രണ്ട്സ്. എനിക്ക് ഏറ്റവും വലിയ ലക്കാണ് ഫ്രണ്ട്സ്. വുഡ് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. അപ്പോൾ വുഡ് പ്ലാങ്ക്സ് കുറച്ച് വുഡ് ഇരിക്കട്ടെ. നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കാം. നമ്മൾ എങ്ങനെ ക്രാഫ്റ്റിംഗ് സംഭവം മറന്നുപോയി ഗൈസ് ഫ്രണ്ട്സ്. ഞാൻ കുറേ മാസങ്ങൾ ഇതൊക്കെ ഒന്ന് കളിച്ചിട്ട് നമുക്കത് എങ്ങനെയൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് പതുക്കെ നോക്കാം. ഇവിടെ ഒരു ട്രേഡർ ഇപ്പോൾ ഉണ്ട്. എനിക്ക് ട്രേഡറിനൊന്നും ഇപ്പോൾ വേണ്ട. ആ ഒരു ബെഡ് കിട്ടി ഗൈസ് അല്ല ഫ്രണ്ട്സ്. ഓ ഷീറ്റ്, ഒരു ഗോളും ഉണ്ട് ഇവിടെ. പതുക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഗോളും നമ്മൾ അടിച്ച് പാത്രീസൊക്കെ കളയും ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഇനിയും നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ടിവിടെ. ഗോളം ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗോളമിൻ്റെ അടിയിൽ നമ്മുടെ ഹാഫ് ലൈഫാണ് പോകുന്നത്.
നമുക്ക് ഇത്ര ഡയമണ്ട് എല്ലാം കിട്ടിയിട്ടെല്ലാം പോയെന്ന് വെച്ചാൽ അത് പാടല്ലേ. നമുക്ക് ബെഡ് പിടിച്ചോണം. നമുക്ക് ഇവിടെ ഒരു ട്രേഡർ ഉണ്ട്. ട്രേഡറിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നത്? സ്റ്റോൺ കട്ടറോ? തരുമോ? നമ്മൾ ഈ സ്റ്റോൺ കട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റോൺ കട്ടർ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ മറന്നു പോയി. ഓ ശരി, താഴെ വീണു. വാവ്, ഇവിടെ നല്ല ആൾക്കാരുണ്ടോ? ബെല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, ഈ സംഭവം എന്താണെന്ന് എനിക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തുട്ടാ ഇത്? ബെല്ലെങ്ങനെ ഓടിച്ചെടുക്കുക? ബെല്ലൊടിച്ചാൽ കിട്ടുപോലും ഇല്ല. ഓ മൈ ഗോഡ്. എസ്കേപ്പ്. ഓ ഷിറ്റ്. എന്തായാലും ഇപ്പോൾ കുഴിച്ച് മേലോട്ട് പോകാം, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഏകദേശം എത്താറായി. എന്തിനാണാവോ നല്ല സമയത്തൊക്കെ നമ്മൾ താഴെ കുഴി വീണൊക്കെ പോകും. എന്തെന്ന് അറിയില്ല. ഓ പിന്നെയും വീണു. ഇവിടെയാണ് ഈ കുഴിയല്ലേ? നമുക്കിങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ അതാണ് നല്ലത്. ഈ ഗോളൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. രണ്ട് വീട് നമുക്ക് ഈ വീട്ടിൻ്റെ അകത്ത് പോയി നോക്കാം. ഈ വീട്ടിൻ്റെ അകത്തൊരു ബ്ലൂയിങ് സ്റ്റാൻഡുണ്ട്. നമുക്കിത് പൊട്ടിച്ചെടുത്തിട്ട് പോവാം. കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടി. ഇയാൾ നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഡയമണ്ട് കിട്ടി. ഞാൻ എസ്കേപ്പ് ആകാൻ പോവാം. ടോർച്ച് എനിക്ക് അത്യാവശ്യമാണ്. ടോർച്ചൊക്കെ നമുക്കിനി മുമ്പോട്ട് പോയി കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും ഫ്രണ്ട്സ്. നമ്മൾ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ട വീട് എവിടെയായിരുന്നു? നമുക്ക് ആ വീട് ഒന്നുകൂടെ തേടണം. ഓ നോ ഇവിടെ തന്നെ. നമുക്ക് വേണ്ടതിപ്പോൾ സ്റ്റിക്സ് വേണം. സ്റ്റിക്സ് ഉണ്ട്. ഇപ്പം നമുക്ക് സ്റ്റിക്സ് ഏകദേശം കിട്ടി. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ആക്സ് ആണ് ഗൈസ്. ഫ്രണ്ട്സ്, ആക്സ് നമുക്ക് ഒരെണ്ണം മതി. പിന്നെ ഒരു പിക്കാക്സ്, അയറൺ പിക്കാക്സ് ഉണ്ട്. നമുക്ക് അയറൺ പിക്കാക്സും കൊണ്ട് പോവാം. പിക്കാക്സ് എടുക്കും. പിക്കാക്സ് പിന്നെ ആക്സും കൈ പിടിക്കാം. നമുക്കിനി കുറേ കല്ലുകളെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാം. ഇതും തൊട്ടത് ഷീപ്പാണെങ്കിൽ നമുക്ക് കൊന്നുമില്ല. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, ഇവിടെ ലാവ ഉണ്ട്. നമുക്കിതെല്ലാം വെട്ടിക്കൊണ്ട് പോവാം. നമുക്ക് ഫുഡാക്കി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും പറയുക ഫ്രണ്ട്സ് കമൻസിൽ. ഞാനിപ്പോൾ കുറേ മുമ്പോട്ട് പോയി മൊത്തം എടുക്കട്ടെ. നമുക്ക് കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് കുറേ വുഡുകൾ കളക്ട് ചെയ്യാം. ഒത്തിരി നോക്കട്ടെ ഇവിടെ. ഈ വുഡ് എടുത്ത് ഗോളം അടുത്തുണ്ടാകാൻ പാടില്ല, അതാ കുഴപ്പം. ഈ സംഭവം എന്താണ്? നമുക്കിത് എടുത്തോട്ട് പോകാം. ഫോർനസ്. നമുക്ക് ഈ ഫുൾ വില്ലേജ് ഈ ചെസ്റ്റ് നമുക്കങ്ങ് എടുത്തിട്ട് പോവാം. ഈ ചെസ്റ്റ് അങ്ങോട്ട് തന്നെ. പിന്നെ എന്തൊക്കെ സാധനം? സപ്ലൈറ്റ് ഇത്രയും സാധനങ്ങൾ കിട്ടി. വുഡ് പ്ലാങ്ക്സ്, ടോർച്ച്. ഈ വീട് പൊളിച്ചെടുത്തിട്ട് പോവാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഏകദേശം നമുക്ക് ഒത്തിരി സാധനങ്ങളായി. വീടിൻ്റെ പാതിയോളം നമ്മൾ കട്ടുകൊണ്ട് പോയി. ഫ്രണ്ട്സ്, നമ്മുടെ പാതി സാധനങ്ങൾ ഇവിടെ പൊട്ടിപ്പോയിരിക്കുവാണ്. ഞാനിപ്പോൾ കുറേ എക്സ്പ്ലോർ ചെയ്യണം ഇനി. നമുക്കിവിടെ ബെല്ലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടുത്തെ ബെല്ലൊക്കെ നമുക്ക് പൊളിച്ചെടുത്തിട്ട് പോകാം. ബെൽ കിട്ടി. ഈ സംഭവം എന്താണെന്ന് ഞാൻ ഇനി തുറന്നു നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ലല്ലോ ഫ്രണ്ട്സ്, ഒന്നുമേ ഇല്ല ഇവിടെ. അപ്പോൾ എന്തിനാവും അങ്ങനെ വെറുതെ കുഴിച്ച് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ഏകദേശം രാത്രി ആവാറായി. നമുക്കിപ്പോൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട്. ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ വീട്ടിൽ നമ്മൾ ലൂട്ട് ചെയ്താൽ ഇല്ല. ഈ സാധനം എന്താണെന്ന് ഫ്രണ്ട്സ് എന്തായാലും പറയാം കമൻറ്റ് സെക്ഷനിൽ. ഈ സാധനം നമ്മൾ എന്തായാലും എടുക്കുവാണ്. നമുക്കിനി തിരിച്ചു പോവാം.
ഇനി ഒത്തിരി വീടുകളുണ്ട് നമുക്കിനിയും നോക്കാൻ. ഇനി നമുക്കത് രാവിലെ ആയിട്ട് നോക്കാം. നമുക്കിപ്പോൾ സ്ലീപ്പ് ചെയ്യാം. നമുക്കിവിടെ ബെഡ് ഇവിടെ എടുത്ത് വയ്ക്കാം, ബാക്ക് അടിക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് പോയിട്ട് ഈ വീട്ടിൽ ഇറങ്ങാം. എപ്പോഴുള്ളൊരു പ്രശ്നമാണ് ഫ്രണ്ട്സ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കട്ടിലിച്ച് കിടന്നുറങ്ങാം. ഇവിടെ വീഴുന്നില്ല ഫ്രണ്ട്സ്. നമുക്കിത് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തായാലും നമുക്ക് എടുക്കാം. നമുക്ക് ഫുള്ള് എല്ലാം എടുത്തിട്ട് പോകാം. നമുക്ക് ഇനിയിപ്പോൾ ബെഡ് വയ്ക്കാം. ഇവിടെ നമുക്കിവിടെ സ്ലീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം എന്തായാലും, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം പ്ലീസ് സപ്പോർട്ട്. നിങ്ങൾക്കും എന്തെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയാസ് അബൌട്ട് മൈൻക്രാഫ്റ്റ്, പിന്നെ നിങ്ങളുടെ ചാനൽസൊക്കെ ഉണ്ടെങ്കിൽ ചാനൽസിൻ്റെ ലിങ്ക് എല്ലാം അയച്ചു തരാം. ഞാൻ നിങ്ങളുടെ ചാനൽസിൻ്റെ വീഡിയോസൊക്കെ കാണാം. ഞാൻ ഒത്തിരി കാണാറുണ്ട്. നമുക്കിനി കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ. നമ്മൾ അങ്ങറ്റത്തെ വീട്ടിലോട്ടൊക്കെ പോയായിരുന്നു. ലെറ്റ്സ് ഗോ സെർച്ച്. എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം എടുത്തിട്ട് വേണം. ഒരു സ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് കല്ലെല്ലാം എടുക്കാം എന്തായാലും. ഡോർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സാധനങ്ങളായി, കല്ലുകളായി, എന്തൊക്കെയായി. ഇനി നമുക്ക് കുറേ നോക്കാനുണ്ട്. ഈ ഗോളമിനെ നമുക്ക് എന്തായാലും കൊന്നു നോക്കാം. ഗോളം നമ്മളെ കൊല്ലുമോ? ഈ ഗോളം നമ്മളെ കൊല്ലുമോ? അയറൻ കിട്ടും. ഫ്രണ്ട്സ് കൊല്ലം വരുന്നു ഫ്രണ്ട്സ്. ഓ മൈ ഗോഡ് അതിപ്പോഴും പുറകെ വരുന്നു ഫ്രണ്ട്സ്. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്. നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാം. അതാണ് നല്ലത്. ഈ വില്ലേജിൽ സകല സാധനവും നമ്മൾ എടുത്തിരിക്കുകയാണ്. നമുക്കിനി ഞാൻ മെയിനായിട്ട് പ്ലാൻ ചെയ്തത് ഒരു ക്യാസിൽ ഉണ്ടാക്കാനാണ്. നമുക്കിനി ക്യാസിൽ ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഫ്രണ്ട്സ് ഇന്നത്തേക്ക് ഇനി ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.